സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് ക്ലൈമാക്സ്. 1.5 മാസത്തിലേറെ നീണ്ട പ്രചാരണമാണ് ഇന്ന് ആവേശത്തിരയിളക്കിയ കൊട്ടിക്കലാശത്തോടെ അവസാനിച്ചത്. കൊട്ടിക്കലാശത്തിന്റെ നിറം കെടുത്തി പലയിടത്തും സംഘർഷമുണ്ടായി. കരുനാഗപ്പള്ളിയിൽ MLA CR മഹേഷിന് കല്ലേറിൽ പരിക്കേറ്റു. 8 ജില്ലകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലാണ് ഇപ്പോൾ സംസ്ഥാനം. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലെത്തി വിധിയെഴുതും. 20 മണ്ഡലങ്ങളിൽ നിന്നുള്ള സമഗ്ര റിപ്പോർട്ടുകളിലേക്കാണ് ആദ്യം. ത്രില്ലർ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്ത് കലാശക്കൊട്ടും ത്രില്ലിംഗിലായിരുന്നു. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ മുന്നണി പ്രവർത്തകർ മത്സരിക്കുന്ന കാഴ്ചയാണ് പേരൂർക്കടയിൽ കണ്ടത്. കൊട്ടിക്കയറിയ ആവേശം പെരുമഴയായി പെയ്തിറങ്ങിയാണ് പ്രചരണത്തിന് പരിസമാപ്തി കുറിച്ചത്. ആടിപ്പാടി ആഘോഷലഹരിയിൽ ആറാടി അനന്തപുരിയിൽ അർമാദിക്കുന്ന മുന്നണി പ്രവർത്തകരാണിത്. കഴിഞ്ഞ 1 മാസത്തിലേറെ നീണ്ട ആവേശപ്പോരിന് തിരശ്ശീല വീഴുമ്പോൾ ഇങ്ങനെയല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണത് അവിസ്മരണീയമാക്കുക? വാദ്യമേളവും നൃത്തച്ചുവടുകളും പാരഡി ഗാനങ്ങളുമായി ആവേശക്കടൽ തീർത്ത പ്രവർത്തകർക്കിടയിലേക്ക് സ്ഥാനാർത്ഥികൾ കൂടിയെത്തിയതോടെ കലാശക്കൊട്ടിന് ഇരട്ടി വീര്യം. പ്രചാരണപ്പോര് ഉച്ചസ്ഥായിയിലെത്തിയതോടെ പ്രകൃതിയും ഒപ്പം ചേർന്നു. പേരൂർക്കടയിൽ പിന്നെ കണ്ടത് ആവേശപ്പെയ്ത്തായിരുന്നു. പ്രവർത്തകർ തീർത്ത ഈ ആവേശ പ്രസരണത്തിൽ സ്ഥാനാർത്ഥികളും ഊർജ്ജസ്വലരായി. നമ്മുടെ സഖാക്കളുടെ ആവേശം കാണുന്നില്ലേ? ആ ആവേശം കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു വല്ലാത്ത സന്തോഷം ഉണ്ടാകും. മഴയോ വെയിലോ അതൊന്നും ഒരു പ്രോബ്ലം അല്ല. ആവേശം അണപൊട്ടിയപ്പോൾ നേരിയ വാക്കേറ്റത്തിലേക്കും കാര്യങ്ങൾ നീങ്ങി. പക്ഷെ പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. കൊടിമുടി കയറിയ പ്രചരണാവേശത്തിനാണ് കലാശക്കൊട്ടോടെ തിരശ്ശീല വീഴ്ന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പൂരപ്പറമ്പിൽ തിടമ്പേറ്റുന്ന രാഷ്ട്രീയ കൊമ്പനാരെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഒപ്പം കൊമ്പ് മുറിയുന്ന വമ്പന്മാരാരെന്നതും. ആ പൊളിറ്റിക്കൽ സർപ്രൈസ് ത്രില്ലറിനായുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ള ദിനങ്ങൾ. ടീം റിപ്പോർട്ടർ, തിരുവനന്തപുരം.